എന്റെ അമ്മേ. ഒന്ന് പതുക്കെ പിടി എന്റെ രായപ്പാ. പതുക്കെ പിടിക്ക്, പതുക്കെ. ഓ ഒന്ന് ഓവണമെന്ന് പറഞ്ഞപ്പോ അവന്റെ ഒരു തമാശ. വല്ല ടർപ്പനോ പിണ്ണതയിലോ തേച്ച് പിടിപ്പിക്കും. വല്ല ടർപ്പനോ പിണ്ണതയിലോ തേച്ച് പിടിപ്പിക്കാം. തല്ലാൻ വന്നാ നിന്ന് കൊള്ളണ കൊടുക്കണം. കൊണ്ടും കൊടുത്തും നടന്നാ മതി. അവനവന്റെ കാര്യം നോക്കുന്നത് എപ്പോഴാ? എന്റെ അളിയെ തൊട്ട് കളിച്ച ഒരുത്തരം ഞാൻ വെറുതെ വരില്ല. എന്റെ പൊന്നിച്ചാമി അളിയെ തൊട്ട് കളിച്ച ഒരുത്തരം ഞാൻ വെറുതെ വരില്ല. ഈ നാട്ടിൽ ചോദിക്കാനും പറയാനും ആണുങ്ങളുടെ നാട്ടുകാരെ അരവിന്ദാക്ഷ ഒന്നിഞ്ഞു വന്നേ. എന്നെ അങ്ങനെ സമാധാനിപ്പിക്കാൻ നോക്കണ്ട. അവനോട് പകരം ചോദിച്ചിട്ട് ഈ അരവിന്ദാക്ഷൻ ഇറങ്ങൂ. എവിടെ അവൻ? എന്റെ രക്തം നടക്കുന്നു. എനിക്കൊന്നും കേൾക്കില്ല. നീ അവനെ വിളിച്ചേ. നിന്റെ പെറ്റവനെ തിരുത്തിരിഞ്ഞു വിളിക്കാൻ. അവനിവിടെ വിരുന്നുണ്ണാൻ വന്നേക്കല്ലേ. എന്റെ പൊന്നാരളിയൻ അരവിന്ദാക്ഷൻ അവനെ 2 കുത്തും കൂടി കുത്തിക്കോട്ടെ. അളിയോ ആക്കരുത്. ഒന്ന് അമർത്തി പിടി എന്റെ രായപ്പാ. പൊട്ടാ ഇവനെ കൂടി ഒന്ന് തിരുമ്മി കൊടുക്ക്. ഇവൻ ആകെ ബലം പിടിച്ച് നടു കുളിക്കിരിക്കുക. അളിയോ ഞാൻ തിരുമ്മിയ ഉളുക്ക് പെട്ടെന്ന് മാറും. ഞാൻ ഇരട്ട പറ്റതാ. ഞാനല്ല എന്റെ അമ്മ. നീയാണെങ്കിൽ 3 ആയിരിക്കും. എന്നെ കൊണ്ടൊന്നും പറയരുത്. അല്ല നിന്നെ കണ്ട അങ്ങനെ തോന്നു. എന്റെ കത്തി കണ്ടില്ല. ഷേവ് ചെയ്തോ. മറ്റുള്ളവരുടെ തൊഴിലിൽ ഞാൻ ഇടപെടാറില്ല. രണ്ടുപേരും നേരിട്ട് കണ്ട കീരിയും ബാബും പോലെ. അമ്മാവി അമ്മയ്ക്ക് പ്രസവ വേന മരുമോക്ക് വീണവായന എന്ന് പറഞ്ഞ പോലെ എന്റെ ചേട്ടൻ ഇവിടെ കിടന്ന് ചക്രശ്വാസം വലിക്കുമ്പോഴാ രണ്ടിന്റെയും കൂടെ ഒടുക്കത്തെ പോരും. ചേട്ടൻ അറിയാവോ, ഓരോരുത്തരും ഒന്ന് പറയുന്ന കേൾക്കുമ്പോ ചങ്ക് പിടക്കിയ. ചേട്ടൻ അവിടെ തല്ലുണ്ടാക്കി, ഇവിടെ തല്ലുണ്ടാക്കി. ഇതിനൊരു അറിവ് വേണ്ടേ? കൂട്ടിനൊരു പെണ്ണ് ഈ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ കൂത്താടാൻ പറ്റുമോ? ഞാനത് പറയാൻ തുടങ്ങിയിട്ട് കൊറേ കാലമായി. മല്ലിക ചേച്ചിയുടെ കെട്ട് കഴിഞ്ഞപ്പോ ഞാൻ ചേട്ടന്റെ അടുത്ത് കെട്ടാൻ പറഞ്ഞതാ. അപ്പൊ പറഞ്ഞു എന്റെ കെട്ട് കഴിയട്ടേന്ന്. ഇനിയിപ്പോ ആരുടെ കെട്ട് കഴിഞ്ഞിട്ടാണാവോ? വല്ലി പറയുന്നത് ശരിയാ. എന്നും ഇങ്ങനെ കള്ളും കുടിച്ച് തല്ലുണ്ടാക്കി നടന്നാ മതിയോ? നിങ്ങളുടെയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ചാമി കാളാമുട്ടനായി. പെണ്ണാലോചിച്ച് ചെന്നിടത്തുനിന്നൊക്കെ കളിയാക്കി വിട്ടത് മിച്ചം. അതൊന്നും ചേട്ടൻ സാരമാക്കണ്ട. ഒന്ന് മൂളിയാ മതി. ഒത്തൊരെണ്ണത്തിന് ഞങ്ങൾ തപ്പിയെടുത്തോളാം. അളിയന് സമ്മതമാണെങ്കിൽ എന്റെ വകയിൽ ഒരമ്മാവന്റെ അളിയന്റെ മരുമകന്റെ അളിയന്റെ മകന്റെ മകളുടെ മകള് മതി മതി നിർത്ത്. എടാ മൂത്തൊരു അളിയൻ ഇവിടെ ഇരിപ്പുണ്ട്. അതായത് ഞാൻ. വാലിരിക്കുമ്പോഴേ തലയാട്ടരുത് കേട്ടോ. ഓ തുടങ്ങി വീണ്ടും. നിങ്ങൾ രണ്ടാളും ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ആ ഇനിയും വെച്ച് നീട്ടാനൊക്കൂല. ചേട്ടന്റെ സമ്മതവും കാത്തു നിന്നാലേ സംഗതി നടക്കൂല. നിങ്ങൾ ആ പറഞ്ഞ മുതലാളിയുടെ വീട്ടിലെ പെണ്ണിനെ ഒന്ന് ആലോചിച്ചാലോ? നിങ്ങൾ നിർബന്ധിച്ചിട്ട് ഞാൻ കുറെ കണ്ടതല്ലേ. എനിക്ക് പെണ്ണിനെ പിടിച്ചാലും പെണ്ണിന് എന്നെ പിടിക്കത്തില്ല. ഇനി എനിക്ക് വേഷം കെട്ടാൻ വയ്യ. അങ്ങനെ പറയരുത് അളിയ. ഇത് ഞങ്ങളുടെ അഭിമാനത്തിന്റെ പ്രശ്നം കൂടിയാണ്. അടുത്ത ആഴ്ച പോയി ആ പെണ്ണിനെ കൂടി ഒന്ന് കാണാം. ആ പെണ്ണിനെ കാണാൻ ഞാനും കൂടെ വരാം. എന്തിന്? പെണ്ണിനെ കണ്ട അഭിപ്രായം പറയണമെങ്കിൽ സൗന്ദര്യമുള്ള ആരെങ്കിലും കൂടെ വേണമല്ലോ. പറങ്കി സാഹിബല്ലേ? ഓ എന്നെ പുകഴ്ത്തല്ലേ. ചേട്ടൻ വരുവന്നേ നിങ്ങൾ ആലോചിച്ചോ. ചേട്ടാ എന്നായാലും വേണം. അപ്പൊ അത് എത്രയും പെട്ടെന്നായ എന്റെ ചേട്ടാ ഞാൻ പറഞ്ഞാ കേക്കും. പിന്നെ ഞാൻ പറഞ്ഞാലും അങ്ങനെ വാ. പറയൂ കനകം, ഞാൻ എത്ര വേണമെങ്കിലും കാത്തിരിക്കാം. സീതയിലെ രാവണനെ തട്ടിക്കൊണ്ടുപോയ സീതയെ കാത്തിരിക്കുന്ന രാമനെ പോലെ എന്നെ ഒരു രാവണനും തട്ടിക്കൊണ്ട് പോവില്ല. നിനക്കെടുത്താ തോന്നുന്നുണ്ടോ? കനകം സത്യമായിട്ടും കൊണ്ടുപോകും. ആ രത്തിന രാവണൻ അവനാണ് ഭയങ്കരനാ. പക്ഷെ എന്റെ അടുത്ത് നടക്കില്ല. വേലപ്പന്റെ അടുത്ത് വേണ്ട. ഈ വീരപാണ്ഡ്യ കട്ടബൊമ്മനാണ് അവന്റെ ശക്തി. ഫ്രെയിൻ വേണ്ടി വന്നാൽ അവന്റെ പുഷ്പവിമാനത്തിന്റെ ടയർ ഞാൻ കടിച്ചു കീറും. എന്നിട്ട് ഞാനൊരു വട്ടം വരയ്ക്കും. കനകം മതി ചവിട്ടി കടക്കരുത്. എന്തുകൊണ്ടും കനകത്തിന് അഭിമാനിക്കാവുന്ന ഒരു ഉത്തമ ഭാര്യ ഭർത്താവായിരിക്കും. പച്ചിലയും കത്രികയും പോലെ, ഉള്ളും മുരിക്കും പോലെ. ഇതൊരു ശല്യമായല്ലോ. ഇല്ല കനകം, ആരും നിന്നെ ശല്യപ്പെടുത്തുകയില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം. ഞാൻ ഈ ചെറിയ നനയ്ക്കാൻ. അയ്യോ എന്റെ പൊന്നു സഹോദരി, നമ്മൾ കണ്ടില്ല കേട്ടില്ല. ഞാൻ ഈ ചെറുതല്ല അനക്കൂല. അന്നമ്മയുടെ ലോറി, അന്തപ്പന്റെ കാർ. കുടുംബം വളർത്താൻ അറിയാത്ത തെണ്ടി. അവന്റെ അന്നമ്മയുടെ കാറും ലോറി പെമ്പർമാരെ കൂട്ടിക്കൊടുത്തു. ഇനി മോളെ കൂടി കൂട്ടിക്കൊടുക്കാനായിരിക്കും ഭാവം. തള്ളേ എന്നെ ചീത്ത പറയരുത്. 12 മാസം നൊന്ത് പറ്റ ഞാൻ പ്രസവിച്ചത്. അല്ല
നിങ്ങൾ പ്രസവിച്ചത്. ആ സ്നേഹവും വാത്സല്യം എന്നോട് വേണം. മോളെ, എന്റെ മോൻ തന്നെ നിന്റെ തന്തയായി പോയല്ലോ. ഇതൊക്കെ വിധിയാ. വാ വാ മോളെ. നാരായണി, മോര് നാരായണി, കൂടൊന്നും ഒത്തില്ലോടി. എന്തപ്പ നിന്റെ റേറ്റ്? മാർക്കറ്റ് ഇടിവോ അതോ സ്റ്റഡിയോ? കെട്ടിവരാണെന്നും കരുതി ഓസൊന്നും വേണ്ടടേ. എങ്ങനെയുണ്ട്? ഭംഗിയായിട്ടുണ്ട്. എന്താ അളിയന് പെണ്ണ് വീട്ടിൽ ഓട്ടംതുള്ളുണ്ടാ? വേണ്ട, കാണാൻ കൊള്ളാവുന്നവരെ കാണുമ്പോ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. അയ്യടാ, ഇത് കണ്ടിട്ട് അസൂയപ്പെട്ട പ്രാന്തായി പോവും. പിന്നെ പണ്ട് നിന്റെ അച്ഛനുണ്ടായത്. അച്ഛന്റെ കാര്യം പറഞ്ഞ രണ്ടുപേരും കൂടെ തുടങ്ങിയ. അയ്യേ, ഇതെന്ത് വേഷം അളിയാ? ഇതിലും ഭേദമാ, ചിരിക്കണ്ട. എനിക്ക് ഈ പത്രാസൊക്കെ മതി. ഇതൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവൾ എന്റെ കൂടെ പൊറുക്കാൻ വന്നാ മതി. വാ മല്ലി, ഞങ്ങൾ ഇറങ്ങുവാ. ഓ, നല്ലൊരു കാര്യത്തിന് ഇറങ്ങുമ്പോഴാ പറയുന്നു കൊല. എന്റെ ഭാര്യ പറയുന്നു വിളിച്ചിട്ട് ഇതുവരെ നല്ല ഉന്നം. ഇത്തവണ അളിയൻ പറയുന്ന നേരാ. ശകനം മുടങ്ങി. നിന്നെ കണ്ട നിനക്കാ പെണ്ണ് കാണാൻ പോണെന്ന് തോന്നല്ലോടാ. വാ, ഞാൻ പോയിട്ട് വരട്ടെ, കാണിച്ചേരാ. അയ്യോ, ഇവിടെ എന്താ വിശ്വസിക്കാനാവില്ല അല്ലേ? അളിയൻ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചേ? അഭിപ്രായങ്ങളൊന്നും പറയണ്ട. അളിയാ അളിയാ, മുണ്ടടിച്ചത് എന്തിനാ മുണ്ടടിക്കുന്നു? നാണം കിടാതിരിക്കാൻ മുണ്ടടിച്ചിട്ടു. ഒരു നമസ്കാരം. നേരത്തെ എത്തിയല്ലോ. ഇവിടെ വന്നിട്ട് കാപ്പി കുടിക്കാമെന്ന് കരുതി. അതുകൊണ്ടാ നമ്മള് കാപ്പി കുടിച്ചിട്ടാ വന്നത് അല്ലേ രായപ്പ? അല്ല, ഞങ്ങള് കാപ്പി കുടിച്ചിട്ടാണ് വന്നത്. അടുക്കള വശത്തേക്ക് വന്നാ മതി, അവിടെ ഇരിക്കാം. അതെ അതെ, കാപ്പി കുടിക്കാൻ വന്നതാണ് പോലും. വന്ന ഓട്ടനെ ചളവാക്കി. അല്ലേ, ഈ കാപ്പിക്ക് അവിടെ കടി വന്നു. മിണ്ടി അടുക്കള ഭാഗത്തേക്ക് പോവാൻ എല്ലാവരും ചില നടക്കളിയാ. നമ്മളായിരിക്കും ചെറുക്കൻ. അല്ല, ഞാനാ. എന്താ പേര്? ചാമി, പൊന്നച്ചാമി. ജോലിയോ? ഡ്രൈവറിങ്ങാ. കാളവണ്ടി ഡ്രൈവറിങ്ങാ. കാളവണ്ടി ഡ്രൈവിങ്ങോ? അല്ല, കാളവണ്ടി ഓടിക്കും. പിന്നെ അളിയന് റിപ്പയറിങ് നന്നായിട്ട് അറിയാം. ലാടനടിയും ഓടക്കലും ഈ കാളെ ഓടിക്കലും എന്തിനാ ചവിട്ടുന്നത്? തൊഴിക്കാൻ പറ്റാത്തതുകൊണ്ട്. എത്ര അന്തസ്സോടും അഭിമാനത്തോടും കഴിഞ്ഞുകൊണ്ടിരുന്ന കുടുംബവും നമ്മുടെ കുടുംബത്തെ കുറിച്ച് നാട്ടുകാർക്കൊക്കെ നല്ല അഭിപ്രായമല്ലേ? നാട്ടുകാർക്കൊക്കെ എന്തൊരു പ്രതീക്ഷയായിരുന്നു. ഈ ചതി ഞങ്ങളോട് ചെയ്തല്ല എന്റെ ചേട്ടാ, എനിക്ക് സഹിക്കാൻ വയ്യ. ഞാൻ ഒരു പതുക്കെ ഇടിക്കേണ്ടി വന്നി. നിന്റെ നെഞ്ച് കലങ്ങിപ്പോയ പിന്നെ ഞാൻ എന്ത് ചെയ്യും? കിടിച്ചോ, ശരിക്കിടിച്ചോ. കൈ വെച്ചോ. എന്നാലും എന്റെ ചേട്ടനെ നീ മയക്കി എടുത്തല്ലോടി. എത്ര വല്ല കുടുംബത്തിൽ നിന്ന് പെണ്ണിനെ തരാന്ന് ഓരോരുത്തരും പറഞ്ഞതാ. എല്ലാം നീ തൊലറ്റില്ലടി ദ്രോഹി. വല്ലി, നീ എന്റെ അടുത്തൊന്ന് മേടിക്കും കേട്ടാ. കണ്ടോ എങ്ങാണ്ടെന്നൊരുത്തി വലിഞ്ഞേറി വന്നപ്പോ കൂടപ്പുറപ്പിന് വേണ്ടെന്നായി. എന്നാലും എന്തോ കൈവശം കൊടുത്ത് എന്റെ ചേട്ടനെ നീ മയക്കി എടുത്തടി. മുദേവി, നിന്നെ സമ്മതിച്ചിരിക്കണടി. എടി, നിന്നോട് നിർത്താനാ ഞാൻ പറഞ്ഞേ. അകത്ത് പോ. അളിയ, പറയുമ്പോ വിഷമം തോന്നരുത്. ഇത് കുറച്ച് കടന്ന കൈയായി പോയി. കൂടുതലൊന്നും പറയണമെന്നില്ല. ഞാൻ അവളെ കെട്ടിയോളാക്കിയത് ആർക്കെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഈ വീട്ടിൽ കയറണമെന്നില്ല. വന്ന പോലെ പോവാം. ഞാനിനി ഒരു നിമിഷം ഈ വീട്ടിൽ നിൽക്കത്തില്ല. കണ്ണിച്ചോറയില്ലാതെ പറയണ കേട്ടില്ലേ? നിങ്ങളുടെ കുന്ന വിഴുങ്ങോല് നിൽക്കുന്നേ. വാ പോവാ. ഏതായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് കാപ്പി വീട് പിടിച്ചിട്ട് പോയാ പോരെ? നാണോ ഇല്ലല്ലോ. നിങ്ങളിവിടെ നിന്നോ, ഞാൻ പോവാ. അനിയത്തി, ഞാനാ പറയണേ, പോകരുത്. കണ്ടോ കൂടെ പുറപ്പില്ലാത്ത സ്നേഹം എന്റെ നാത്തൂനുണ്ട്. ഞാൻ എന്തെങ്കിലും മനോവിഷമം കൊണ്ട് പറഞ്ഞു പോയാ ഇങ്ങനെ കണ്ണിച്ചോരയില്ലാതെ ഇറക്കി വിടാവോ? ഞാൻ കാരണം ഇല്ല. പുറവിന് വന്ന് വിളിച്ചപ്പോഴേ മനസ്സിലായി നാത്തൂൻ എന്നോട് സ്നേഹമുണ്ടെന്ന്. വാ, അകത്തേക്ക് ഇരിക്കാം. ഇല്ല, ഞാൻ പോവുക. ചേട്ടൻ ചുമ്മാ പറഞ്ഞതല്ലേ.
വേണ്ട, നമുക്ക് പോവാം. എങ്ങനാ ചേട്ടാ നാത്തൂന് ഇത്ര സ്നേഹമായിട്ട് വിളിക്കുമ്പോ എങ്ങനാ പടിയിറങ്ങി പോവുക? നാരായണിയെ പോലെ ആ മോളെന്നും കരുതിയിട്ടാ ഞാൻ അത്രയൊക്കെ പറഞ്ഞത്. എനിക്കത് വിഷമമൊന്നുമില്ല. അപ്പൊ ചെളിയിലും താമര വിരിയും എന്ന് പറയുന്നത് വെറുതെ അല്ല അല്ലേ വല്ലി? എന്തൊരു സ്നേഹം. അളിയോ, ഞങ്ങളുടെ തെറ്റിദ്ധാരണയൊക്കെ മാറി കേട്ടോ. അളിയന് ചേർന്ന പെണ്ണ് തന്നെ. ഇനി അകത്തോട്ട് കേറാലോ? കേറാല്ലേ? ഈ അളിയന്റെ മൂക്കത്താ ശുണ്ടി. കള്ളൻ. കള്ളടിച്ചാൽ കാലിടറും കള്ള് പാക്കര. അയ്യോ ഇന്ന് മോന്തിയ തന്തി കള്ളോ പുലരിക്കള്ളോ. വെളുക്കുമ്പോ വേലപ്പണിക്കന്റെ വേലിക്കൽ നിന്നാടും. അയ്യോ കറക്കുമ്പോ കാലനിറങ്ങുമ്പോ കള്ള് കുട്ടിച്ചാടും. അമ്മേ. ഒന്ന് പാടിക്കേ വേണം, ഒന്ന് പാടിക്കേ. പാട്ട് പാട്ട്. മതി 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 നിർത്ത. ഇതിലും ഭേദം ആ പാട്ട്. ക്ഷമിക്കണം, അളിയന്റെ പാട്ടാ. ഇതിലും പരമ ബോറ്. എന്തോന്ന് കൂത്താ? വന്ന് ഷാപ്പ് തന്നെ ആയോ? നീ പോയി മല്ലി മുളക് ഉള്ളി ഇനി ഞങ്ങൾ അളിയന്മാർ തമ്മിൽ കുഴിക്കും കൂത്താടും. അത് ചോദിക്കാൻ നീ ആര്? ചേച്ചി എന്നെ നോക്കിക്കേ, ഞാൻ കുടിക്കും പക്ഷെ പൂസാവൂല. ചില ചന്തകള് ചന്തത്തരം പറയുമെന്നും പറഞ്ഞ് എല്ലാരും പറയണോ? എന്താടാ പറഞ്ഞത്? ഞാൻ ചന്തയാണെന്നോ? എടാ അരവിന്ദ, എടാ നിന്നെ പോലെ അയ്യോ പത്തോ കരഞ്ഞ് എന്റെ പൊന്നാരളിയന്റെ കയ്യിൽ നിന്നും വസ്തുവകൾ തട്ടിയെടുക്കുന്നതല്ല എന്റെ പണി. എന്താടി നോക്കണേ? എന്നോട് ഇത്തിരി ചേട്ടന് സ്നേഹക്കൂടുതലുണ്ടെന്ന് വെച്ച് വല്ലോ തന്നെ നിങ്ങൾക്ക് തന്നെ എത്ര അസൂയ? അവളോട് തുടങ്ങി എത്തിത്തരം. ഇന്ന് നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെ വിഴിപ്പലക്കണം. എന്നാലും ഇങ്ങനെ ഇനി കുടിയങ്ങ് നിർത്തിക്കേ. ഇനി ഞാൻ കുടിക്കത്തില്ല, പ്രത്യേകിച്ചും ഇവന്റെ കൂടെ ഇരുന്നു. അതെയോ ആക്കരുത്. നമ്മളെല്ലാവരും കാര്യം പറഞ്ഞു. നമ്മുടെ ശരവണന്റെ പിറന്നാളായിട്ട് നമ്മൾ അവനൊന്ന് ആശംസിച്ചില്ലല്ലോ. വാഴമോനെ ശരവണ വാഴ വാമനെ അവൻ ബർത്ത്ഡൂഡൂഡൂഡൂ അപ്പം ബർത്ത്ഡേഡൂഡൂ. അല്പസ്വല്പം വിവരം വേണം. വലിയവന്മാരുടെയൊക്കെ വീട്ടിൽ എങ്ങനെയാണ് എല്ലാവരും കൂടെ വളഞ്ഞുകൂടി അപ്പം ബർത്ത്ഡേഡൂ എന്ന് പറഞ്ഞ് ഒറ്റ ഊത്ത. എന്ത് മെഴുകുതിരി? മെഴുകുതിരി മോനെ ഊതട ഊതട. നോക്കട്ടെ. അപ്പൊ ഇതിന് പുതിയ അണയ്ക്കാൻ പറഞ്ഞത് അളിയന് കപ്പ കൊടുത്തതാ എന്റെ തലയില്. വാടാ വാ. അല്ല ചേട്ടാ, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുക, 2 വയസ്സായിട്ടും ഈ കൊച്ചെന്താ നടക്കാത്തത്? ചില പിള്ളേര് വൈകിയേ നടക്കൂന്ന എവക്കട അമ്മ പറയണത്. അത് കൊള്ളാം. മോരുനാരായണി എന്നാ ഡാക്ടർ ആയത്? കൊച്ചിനെ വല്ല വൈദ്യം കാണിക്ക്.